ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനിടെ ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചായയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇഞ്ചി ചേർക്കരുത്. ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 പുതിനയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പുതിന ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പുതിനയിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 8-9 വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. തിളക്കുമ്പോൾ ഈ പുതിനയുടെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങും. ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കളറിൻ്റെ ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കടുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചായയാണ് കേട്ടോ തയ്യാറാക്കുന്ന ആ ഒരു അളവിലാണ് ഞാൻ ഈ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 3/4 കപ്പ് വെള്ളം എടുത്തപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. നല്ലൊരു ടേസ്റ്റിയായ ചായയാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇപ്പോൾ ഇത് മധുരം വേണ്ടാതെ കഴിക്കുന്നവർക്കും മധുരം ഇല്ലാതെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേ സമയം ഇട്ടൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തിളച്ചാൽ മതി. അത്യാവശ്യത്തിന് കടുപ്പമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ വരുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചായക്ക്. ഇങ്ങനെ ഒരു പ്രാവശ്യം പുതിനയില നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പുതിനയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചായ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കലുണ്ട് പുതിന ഇട്ടിട്ട് അല്ലേ? അപ്പോൾ പാൽ ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കപ്പിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ചായ ഇഷ്ടമാവുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ചായയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കാത്തവർ പോലും കുടിച്ചു പോകും ഇതൊരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു ചായയാണ്. ഒരു ദിവസത്തെ ചായ നല്ല ഉഷാറാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നല്ലൊരു എനർജി ആയിരിക്കും അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ഉഷാറ് ചായ കിട്ടിയാൽ അന്നത്തെ ദിവസം ഒരു ഉഷാറുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ ചായ ആറ്റേണ്ടതെന്ന് ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് പൊക്കി ഒഴിച്ചാൽ തന്നെ നല്ല പതയൊക്കെ വന്നോളും. അപ്പോൾ ഇതൊന്ന് കുടിച്ച് നോക്കി. സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.